TDP വീണ്ടും NDAയിലേക്ക് പാർട്ടി അധ്യക്ഷൻ N. ചന്ദ്രബാബു നായിഡു ഡൽഹിയിലെത്തി BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകാനുള്ള അപേക്ഷകൾ നിരസിച്ചെന്നാരോപിച്ച് 6 വർഷം മുമ്പാണ് തെലുങ്കുദേശം പാർട്ടി NDA വിട്ടത്. സഖ്യം സംബന്ധിച്ച അന്തിമഘട്ട ചർച്ചകൾ ഇന്ന് നടക്കും. 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് സൂചന. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, TDPയെ കൂടി മുന്നണിയിലേക്ക് എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നേരത്തെ ബിജു ജനതാദൾ അങ്ങനെ കൂടുതൽ പേർ NDAയിലേക്ക് എത്തുന്നു. വിവരങ്ങൾ എന്താണ് അച്യുതൻ? രജിത്ത്, പ്രധാനമായും കാണേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് 400 മുകളിൽ സീറ്റുകൾ നേടണമെന്നുള്ളതാണ്. കാരണം ഈ ലോക്സഭയിൽ അംഗബലം കൂട്ടുവാനുള്ള ഒരു ആഹ്വാനം പ്രധാനമന്ത്രി തന്നെ നടത്തുകയുണ്ട്. ഇതിനായാണ് ഈ സഖ്യ സാധ്യതകൾ കൂടുതലായിട്ട് BJP ഇപ്പോൾ തേടുന്നത്. നേരത്തെ ഒഡീഷയിൽ ബിജു ജനതാദളുമായുള്ള ധാരണകൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അതിനുവേണ്ടി കൂടി കാത്തിരിക്കുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ തെലുങ്കുദേശം പാർട്ടിയെ കൂടി NDAയിൽ എത്തിക്കുവാനുള്ള ചരടുവലികൾ നടക്കുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ച് തന്നെയാണ് നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇന്നലെ ചന്ദ്രബാബു നായിഡുവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായും ഇതുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തി. ഏതാണ്ട് അന്തിമഘട്ട ചർച്ചകൾ പൂർത്തിയായി എന്നുള്ള വിവരങ്ങളാണ്. എന്തായാലും ഇന്ന് വീണ്ടും അത്തരം ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. ഇതിനെല്ലാം ശേഷം 2 ദിവസത്തിനുള്ളിൽ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. 6 വർഷത്തിന് ശേഷമാണ് വീണ്ടും TDP NDAയിലേക്ക് മടങ്ങിയെത്തുന്നത്. നിലവിൽ നേരത്തെ BJP ആന്ധ്രാപ്രദേശിൽ ഏതാണ്ട് 10ഓളം സീറ്റുകളിൽ മത്സരിക്കുമെന്നുള്ള സൂചനകൾ നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ TDP സഖ്യത്തിന്റെ ഭാഗമായാൽ ഒരു പക്ഷേ അത് 6 മുതൽ 7 സീറ്റുകളിൽ വരെ മത്സരിച്ച് തൃപ്തിപ്പെടാനാകും BJP തീരുമാനിക്കും. എന്തായാലും അതെല്ലാം സംബന്ധിച്ചുള്ള അന്തിമഘട്ട ചർച്ചകൾ അത് ഇന്ന് ഡൽഹിയിൽ പുരോഗമിക്കും. ശരി, അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.